വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്ങനെ ഇന്നത്തോടുകൂടി ഏകദേശം ഒരുവിധം 5ാം സെമസ്റ്റർ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇനിയും വരാനുണ്ട് വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ. അതെന്തായാലും ഉടനടി വരുന്നതാണ്. നീണ്ട കാത്തിരിപ്പായിരുന്നു റിസൾട്ടിന് വേണ്ടി. നമ്മൾ പറഞ്ഞതുപോലെ ജനുവരി 4 മുതൽ റിസൾട്ടുകൾ വന്നു തുടങ്ങി. ജയിച്ചവർക്കെല്ലാം സന്തോഷമാണ്. പലരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞു സാർ പാസ്സായി, ഡിഗ്രി എന്ന പ്രോഗ്രാം കിട്ടി, ഹയർ സ്റ്റഡീസിനോ ജോലിക്ക് വേണ്ടി നോക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള കമൻസുകൾ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. എന്നാൽ കുറച്ച് മാർക്കിന് പോയിട്ടുണ്ട്. സപ്ലിമെൻ്ററി എക്സാമിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പിന്നീട് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തോറ്റവർ ജയിക്കുമോ എന്നൊരു കാര്യം പലരും ചോദിച്ചിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്ത് പൊട്ടത്തരമാണെന്ന് തോന്നാം. പക്ഷേ മുൻ സെമസ്റ്ററുകളിൽ അതിപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ചില സെമസ്റ്ററിൽ അനുഭവപ്പെട്ട കാര്യമാണ്. ആദ്യം റിസൾട്ട് വന്നപ്പോൾ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഫെയിൽ എന്ന ആണ് കാണിച്ചത്. എന്നാൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ റിസൾട്ട് ഫെയിൽ എന്നുള്ളത് പാസ്സായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കണം. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി നിങ്ങളുടെ റിസൾട്ടുകൾ ചെക്ക് ചെയ്യുക. റിസൾട്ടിൽ 5th സെമസ്റ്ററിൽ തോറ്റ വിഷയങ്ങൾ ജയിച്ചിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വഴിയാണ്. ജനറൽ മോഡറേഷൻ വഴി പലരും ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. എന്ന് വിചാരിച്ച് തോറ്റ വിദ്യാർത്ഥികൾ എല്ലാവരും ജയിക്കണമെന്നല്ല, പക്ഷേ വിജയിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി എക്സാമിന് കോൾ ഫോർ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്യണം. റീവാലുവേഷന് കൊടുക്കാൻ പറ്റുമെങ്കിൽ റീവാലുവേഷന് കൊടുക്കുക. സ്ക്രൂട്ടനി, ദെൻ നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ ഫോട്ടോ കോപ്പിക്ക് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നതെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇടയ്ക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഭാഗ്യം നിങ്ങളെ കടാക്ഷിച്ചിരിക്കാം. ഇതൊന്നും വർക്കൗട്ട് ആയിട്ടില്ലെങ്കിലും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി 5th സെമസ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ന ഗ്രേഡോട് കൂടി ജയിക്കാനുള്ള ഒരു കഴിവുണ്ടാവട്ടെ. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.